അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മാഷാ അല്ലാഹ്. നമ്മുടെ പഠനം മധുരം ക്ലാസ്സിൽ നമ്മൾ ഇന്ന് ഈമാൻ കാര്യവും ഇസ്ലാം കാര്യവുമാണ് പഠിക്കുന്നത്. ഏതൊക്കെ കാര്യങ്ങളാണ് പഠിക്കുന്നത്? ഈമാൻ കാര്യമുണ്ട്, ഈമാൻ കാര്യങ്ങൾ പറയാൽ വിശ്വസിക്കേണ്ട കാര്യങ്ങളാ. എന്ത് കാര്യങ്ങളാ? ഇസ്ലാം കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ചെയ്യേണ്ട കാര്യങ്ങളാ, പ്രവർത്തിക്കേണ്ട കാര്യങ്ങളാ, അല്ലേ? അപ്പൊ ഈമാൻ കാര്യം നമുക്ക് 6 ഉള്ളത്. എത്ര ഉള്ളത്? 6. ഇസ്ലാം കാര്യം 5, അല്ലേ? 5ഉം 6ഉം കൂടെ കൂട്ടുമ്പോ എത്ര? 11. എത്ര? അപ്പൊ ഒരു മുസ്ലിം ആവാൻ ആവശ്യമായ കാര്യങ്ങൾ എത്രയാണ്? 11 കാര്യങ്ങളാണ്. അപ്പൊ അതിൽ കൂടുതൽ ഏതാണ്? വിശ്വസിക്കേണ്ടതാണോ പ്രവർത്തിക്കേണ്ടതാണോ? വിശ്വസിക്കുക, ഈമാൻ കാര്യം, അല്ലേ? അധികം ഉണ്ട്, അല്ലേ? അപ്പൊ നമുക്ക് ഈമാൻ കാര്യം നമുക്ക് ആദ്യം ഒന്ന് പറയാം, അല്ലേ? ഈമാൻ കാര്യം എന്ന് പറഞ്ഞാൽ ഒന്ന് അള്ളാഹുവിൽ വിശ്വസിക്കുക. എന്താണ്? അള്ളാഹുവിൽ വിശ്വസിക്കുക എന്ന് പറയുന്നത് എന്താണ്? മക്കളെ സൃഷ്ടിച്ച് പരിപാലിച്ച്, അല്ലേ, നമുക്ക് ആവശ്യമായ എല്ലാം തന്ന് നമ്മളെ ജീവിപ്പിക്കുന്നവൻ ആരാണ്? അള്ളാഹു ആണ്, അല്ലെ? നമുക്ക് ശ്വസിക്കാൻ വായു തരുന്ന ആരാ? മഴ പെയ്യിപ്പിക്കുന്ന ആരാ? സസ്യങ്ങൾ മുളപ്പിക്കുന്ന ആരാ? സൂര്യൻ ഉദിപ്പിക്കുന്ന ആരാ? ചന്ദ്രൻ ഉദിപ്പിക്കുന്ന ആരാ? എല്ലാം ആരാണ്? നമ്മളെ ജീവിപ്പിക്കുന്നതും മരിപ്പിക്കുന്നതും ആരാ? നമ്മൾ മരിച്ചു കഴിഞ്ഞിട്ട് വീണ്ടും ജീവിപ്പിക്കുന്ന ആരാ? എല്ലാം അള്ളാഹു, അല്ലേ? അപ്പൊ അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കണം. ഇതിന്റെ പിന്നിൽ ആരുണ്ട്? ഒരു ശക്തിയുണ്ട്, അല്ലേ? ആ ശക്തി ആരാണ്? അള്ളാഹു ആണ്. എന്താണ്? പാതിതിലെങ്ങും വെട്ടം നൽകി ശോഭ പരത്തിയത് അള്ളാഹു, പന്ത് പിടിച്ച് കറക്കും മാതിരി ഭൂമി കറക്കും അള്ളാഹു, ഗാലക്സികളും ഗോളാദികളും പടച്ച റബ്ബാണ് അള്ളാഹു, ഓർക്കു ഓക്സിജൻ നേരത്തെല്ലാം നമുക്ക് നൽകിയത് അള്ളാഹു, വിതച്ച വിത്തുകൾ മുളച്ചു പൊന്തി ചന്തം നൽകിയത് അള്ളാഹു, രാവും പകലും നൽകി ജീവിത കൂട് വിതച്ചതും അള്ളാഹുവിനെ കുറിച്ച് ഒരുപാട് പാട്ട് നമ്മുടെ പുസ്തകത്തിലുണ്ട്, അല്ലേ? ഇൻഷാ അല്ലാഹ് ഇന്ന് എല്ലാം പഠിക്കണം, കേട്ടോ? അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ഇനി നമുക്ക് പഠിക്കേണ്ടത് അള്ളാഹുവിനെ കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് പഠിക്കേണ്ടത് മലക്കുകളെ കൊണ്ട് വിശ്വസിക്കുക. എന്താണ് മലക്കുകൾ എന്ന് പറഞ്ഞാൽ പ്രകാശം കൊണ്ട് സൃഷ്ടിച്ചതാ. എന്തുകൊണ്ടാ സൃഷ്ടിച്ചത്? മനുഷ്യന്മാരെ സൃഷ്ടിച്ച മണ്ണ് കൊണ്ടാ, അല്ലെ? ജിന്നു വർഗത്തെ സൃഷ്ടിച്ചത് തീ കൊണ്ടാണ്, അല്ലെ? അപ്പൊ 3 കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. 3 പേര്. മനുഷ്യന്മാരെ സൃഷ്ടിച്ചത് എന്തുകൊണ്ടാ? മണ്ണ് കൊണ്ട്. മലക്കുകളെ സൃഷ്ടിച്ചത് പ്രകാശം കൊണ്ട്. ജിന്നു വർഗത്തെ സൃഷ്ടിച്ചത് തീ കൊണ്ട്, അല്ലെ? ഓരോന്നും ഓരോ രീതിയിലാണ് സൃഷ്ടിച്ചത്, അല്ലെ? അപ്പൊ അങ്ങനെ മലക്കുകളെ കൊണ്ടാണ് നമ്മൾ വിശ്വസിച്ചു. മലക്കുകളെ കുറിച്ച് നമ്മൾ പഠിക്കണം, ഒരുപാട് പഠിക്കാനുണ്ട്, അല്ലെ? അതിനെ കുറിച്ചൊക്കെ അള്ളാഹുവിന്റെ പ്രവാചകന്മാർ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്, അല്ലെ? എന്താണ്? മനുഷ്യരാരും കാണാത്ത മറഞ്ഞ ജീവികൾ ഉണ്ടല്ലോ, മലക്കുകൾ ആ ജീവികളിൽ മഹത്വമുള്ളവരാണല്ലോ, മനുഷ്യജീവിയെ അള്ളാഹു മണ്ണിൽ നിന്നും സൃഷ്ടിച്ചു, മലക്ക് ജീവിയെ അള്ളാഹു പ്രകാശം കൊണ്ടും സൃഷ്ടിച്ചു, അല്ലെ? അപ്പൊ രണ്ടാമത്തെ എന്താണ്? ഈമാൻകാരിൽ മലക്കുകളെ കൊണ്ട് വിശ്വസിക്കുക. 3 എന്താണ്? കിതാബുകളെ കൊണ്ട് വിശ്വസിക്കുക, അല്ലേ? 4 കിതാബുകൾ ഏതെല്ലാം എന്നറിയാമോ ചങ്ങാതി? മൂസാ നബിക്ക് തൗറാത്ത്, ഈസാ നബിക്ക് ഇഞ്ചീല്, സബൂർ ദാവൂദ് എന്നോർക്ക്, ഖുർആൻ നമ്മുടെ നബിയോർക്ക്. നമ്മൾ പഠിച്ചിട്ടില്ല? അപ്പൊ ഈമാൻ കാര്യം 3-ാമത്തെ എന്താണ്? കിതാബുകളിൽ വിശ്വസിക്കുക. 4-ാമത്തതോ? ഈ കിതാബുമായി നമ്മളുടെ മുന്നിൽ വന്ന പ്രവാചകന്മാരുണ്ട്. അല്ലാഹു തആല പ്രത്യേകം തെരഞ്ഞെടുത്ത പ്രത്യേകതയുള്ള മഹാന്മാരാണ് ആര്? നബിമാര്, അല്ലേ? 1.25 ലക്ഷം നബിമാര് വന്നിട്ടുണ്ട്. അവരെയും കൊണ്ട് നമ്മൾ വിശ്വസിക്കാം, അല്ലേ? 4-ാമത്തെ. 5-ാമത്തെ എന്താ? 5-ാമത്തത് അന്ത്യദിനത്തിൽ വിശ്വസിക്കുക. എന്ത് വിശ്വസിക്കുക? അന്ത്യദിനത്തിൽ. ലോകാവസാനം ഒരു ദിവസം ഉണ്ട്, അല്ലേ? ഈ ലോകത്തിനൊക്കെ എന്തുണ്ട്? ഒരു അവസാനമുണ്ട്. ആ അവസാനത്തിൽ വിശ്വസിക്കുന്നത് എന്ത് പറയും? അന്ത്യദിനത്തിൽ വിശ്വസിക്കുക. ഈ കാര്യങ്ങൾ എത്രാമത്തെ? അത് 5-ാമത്തെ. 6-ാമത്തെ എന്താണ്? നന്മയും തിന്മയും എല്ലാം അള്ളാഹുവിനാണെന്ന് വിശ്വസിക്കുക, അല്ലേ? ഖൈറും ഷർറും അള്ളാഹു കാട്ടിത്തന്നു നമ്മക്ക്,
രണ്ടും തന്നവൻ അല്ലാഹു, വേണ്ടതെടുക്കാൻ നമ്മക്ക്. ഖൈറാൻ നന്മകൾ ചെയ്യുന്നോർ കുറവാണല്ലോ ലോകത്ത്, ഷർറാൻ തിന്മകൾ ചെയ്യുന്നോർ ഒരുപാടുണ്ട് ലോകത്ത്. അല്ലേ? നന്മകൾ ചെയ്യാൻ താക്കത്ത്, നന്മകൾ ചെയ്യാൻ താക്കത്ത് നമുക്ക് കിട്ടാൻ പ്രാർത്ഥിക്ക്. കഷ്ടപ്പാടുകൾ വന്നാല് ക്ഷമ കാണിക്കാൻ ശീലിക്ക്. അപ്പൊ ഈമാൻ കാര്യവും ആറാമത്തെ എന്താണ്? നന്മയും തിന്മയും അള്ളാഹുവിൽ നിന്നാണെന്ന് വിശ്വസിക്കുക. അപ്പൊ ആ ഈമാൻ കാര്യം ഒന്ന് കബീർ എന്ന് പറഞ്ഞ് ഒന്നെന്താ? അള്ളാഹുവിൽ വിശ്വസിക്കുക. പിന്നെ മലക്കുകളിൽ വിശ്വസിക്കുക, കിതാബുകളിൽ വിശ്വസിക്കുക, മുർസലുകളിൽ വിശ്വസിക്കുക, പ്രവാചകന്മാരിലെ നബിമാരിൽ വിശ്വസിക്കുക, അന്ത്യദിനത്തിൽ വിശ്വസിക്കുക, നന്മയും തിന്മയും അള്ളാഹുവിൽ നിന്നാണെന്ന് വിശ്വസിക്കുക. നന്മയും തിന്മയും എവിടുന്നാണ്? അള്ളാഹുവിൽ നിന്നാണെന്ന് വിശ്വസിക്കുക. അമാൻ എന്ന് പറഞ്ഞേ. അള്ളാഹുവിൽ വിശ്വസിക്കുക, പിന്നെ മലക്കിൽ വിശ്വസിക്കുക, 4 കിതാബിൽ വിശ്വസിക്കുക, മുർസലുകളിൽ വിശ്വസിക്കുക, അവസാന നാളിൽ വിശ്വസിക്കുക, നന്മയും തിന്മയും എല്ലാ കാര്യങ്ങളും വിശ്വസിക്കുക. നന്മയും തിന്മയും എല്ലാം അള്ളാഹുവിൽ നിന്നാണെന്ന് വിശ്വസിക്കുക. എല്ലാം ഇതാ നന്മയും തിന്മയും എവിടുന്നാ വരുന്നത്? എല്ലാം അള്ളാഹുവിൽ നിന്നാണ്. നന്മ വന്നാലും തിന്മ വന്നല്ലേ. അപ്പൊ ഈമാകാര്യത്തിന്റെ പാട്ട് കബീർ എന്ന് പാടിയ ഈമാകാര്യത്തിന്റെ പാട്ട്. ഈമാകാര്യം ആറും അറിയൽ ഫർളാണ്, ഈമാനിസ്ലാം അറിഞ്ഞില്ലെങ്കിൽ നരകം അവരുടെ. അള്ളാഹുവിലെ വിശ്വാസം, പിന്നെ മലക്കിലെ വിശ്വാസം, 4 കിതാബിലെ വിശ്വാസം, നബിമാർക്കുള്ളിൽ വിശ്വാസം, അന്ത്യദിനത്തിലെ വിശ്വാസം, ഖദറിലുള്ള വിശ്വാസം, ഇവയാണ് ഈമാൻ കാര്യങ്ങൾ. ചൊല്ലിപ്പറയൂ കുട്ടികൾ. പാടിയ ഈമാൻ കാര്യം ആറും അറിയൽ ഫർളാണ്, ഈമാൻ ഇസ്ലാം അറിഞ്ഞില്ലെങ്കിൽ നരകം അവരുടെ വീട്. അള്ളാഹുവിൽ വിശ്വാസം, അള്ളാഹുവിലെ വിശ്വാസം, പിന്നെ മലക്കിലെ വിശ്വാസം, 4 കിതാബിലെ വിശ്വാസം, നബിമാർക്കുള്ളിൽ വിശ്വാസം, അന്ത്യദിനത്തിലെ വിശ്വാസം, അതിലുള്ള വിശ്വാസം, ഇവയാണ് ഈമാൻ കാര്യങ്ങൾ. ചൊല്ലിപ്പറയും കുട്ടികളെ. അപ്പൊ ഇവിടെ ഈമാൻ കാര്യം 6 നമ്മൾ പഠിച്ചല്ലേ. ഇൻഷാ അല്ലാഹ് ഇസ്ലാം കാര്യം പറയാനുണ്ട്, അടുത്ത വീഡിയോ നമുക്ക് പറയാം അല്ലേ. അപ്പൊ നമുക്ക് ഈമാൻ കാര്യത്തിന്റെ പാട്ട് ഞാൻ ഒന്നുകൂടെ പാടിത്തരാം. ഈമാൻ കാര്യം 6 അവകൾ അറിയൽ ഫർളാണ്, ഈമാൻ ഇസ്ലാം അറിഞ്ഞില്ലെങ്കിൽ നരകം അവരുടെ വീടാണ്. അള്ളാഹുവിലെ വിശ്വാസം, പിന്നെ മലക്കിലെ വിശ്വാസം, 4 കിതാബിലെ വിശ്വാസം, നബിമാർക്കുള്ളിൽ വിശ്വാസം, അന്ത്യദിനത്തിലെ വിശ്വാസം, ഖദറിലുള്ള വിശ്വാസം, ഇവയാണ് ഈമാൻ കാര്യങ്ങൾ. ചൊല്ലിപ്പറയൂ കുട്ടികളെ, ചൊല്ലിപ്പറയൂ കുട്ടികളെ. എപ്പോഴും ഈമാൻ കാര്യത്തിന് പാട്ട് പാടണം. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കണം. ഇപ്പം അമാൻ എന്ത് ചെയ്യണം? കബീറിനെ കാണുമ്പോൾ ചോദിക്കണം അല്ലേ. അതേ മുബശ്ശിറിനെ കണ്ടാലും ചോദിക്കണം. ഈമാൻ കാര്യം അറിഞ്ഞുവിടാമെങ്കിൽ നമ്മൾ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കണം കേട്ടോ. കബീർ എന്ത് ചെയ്യണം? പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കണം. അപ്പൊ കൂട്ടുകാരത്തൊക്കെ ചോദിക്കണം, ഈമാൻ കാര്യം എത്രയാണെന്ന് അറിയാവോ എന്ന് ചോദിക്കണം അല്ലേ. വീട്ടിലും ഉമ്മടുത്ത് ചോദിക്കണം, വാപ്പയോട് ചോദിക്കണം, ഒക്കെ ചോദിക്കണം. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുമ്പോൾ ഇതങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരുന്നാൽ മറന്നു പോകത്തില്ല. നമ്മൾ മറക്കുന്ന എന്തുകൊണ്ടാ? അതുമായിട്ട് ബന്ധമില്ലാതെ പഠിച്ചിട്ടുണ്ട്, പക്ഷെ നമ്മൾ പിന്നെ എന്ത് ചെയ്യത്തില്ല? അതുമായിട്ട് ബന്ധമില്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഈമാൻ കാര്യം എത്രയാന്ന് വെച്ചാൽ 5ആണോ 6ആണോ എന്നൊക്കെ സംശയിക്കും അല്ലേ. ഇതൊന്നും എണ്ണി പറയാൻ എന്ത് ചെയ്യത്തില്ല, പറ്റത്തില്ല. അതുകൊണ്ട് ഈ പാട്ട് നമ്മൾ പഠിച്ചിരിക്കണം അല്ലേ. നമുക്ക് ഒരുമിച്ചൊന്ന് പാടാം. ഈമാൻ കാര്യം 6 അവകൾ അറിയൽ ഫർളാണ്, ഈമാൻ ഇസ്ലാം അറിഞ്ഞില്ലെങ്കിൽ നരകം അവരുടെ വീടാണ്. അള്ളാഹുവിലെ വിശ്വാസം, പിന്നെ മലക്കിലെ വിശ്വാസം, 4 കിതാബിലെ വിശ്വാസം, നബിമാർക്കുള്ളിൽ വിശ്വാസം, ഖദറിലുള്ള വിശ്വാസം, ഇവയാണ് ഈമാൻ കാര്യങ്ങൾ.
ചൊല്ലി പറയൂ കുട്ടികളെ. അല്ലാഹു തആല നമ്മുടെ ഈ ക്ലാസ് എല്ലാം സ്വീകരിക്കുമാറാകട്ടെ. നമുക്ക് നാഫിയ ഇൽമ എന്ന അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി ലോകത്ത് നമ്മളെ വിജയിപ്പിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.